അപ്പോഴേ ഇന്നെന്താ പരിപാടി എന്നല്ലേ, ഇത് നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മാങ്ങയൊന്നുമില്ല, നല്ല കാനമാങ്ങയാണ് കേട്ടോ. നമ്മുടെ അടുത്ത വീട്ടിലൊരാൾ തന്നാണ് കേട്ടോ, നല്ല മധുരമാണ്. അപ്പോൾ നമുക്കിത് വെച്ചൊന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ആദ്യം എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല മൺചട്ടിയിൽ മൺകലത്തിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഈ മാങ്ങ എല്ലാം ഇതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ കേട്ടോ. ഇതുപോലുള്ള കറിക്ക് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല. അതാണ് കൊണ്ട് ഒരു 2-3 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ്. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് എപ്പോഴും കിട്ടുന്ന മാങ്ങയല്ല, നമ്മൾ മാമ്പഴം കറിയൊക്കെ എപ്പോഴും വയ്ക്കും, പക്ഷേ അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, വലിയ കഷ്ണമായതാണ് കൊണ്ട് ഞാൻ ചെറുതാക്കിയതാണ് കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മൾ മാമ്പഴത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടല്ലേ, അതുകൊണ്ട് കുറച്ച് മാത്രമേ തേങ്ങ ചേർക്കുന്നുള്ളൂ. ഇത് നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാങ്ങ ഇവിടെ നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ അതേണ്ട നല്ലപോലെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിലോട്ട് കുറച്ച് കട്ട തൈര് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചെറിയ പുളിയൊക്കെ വേണ്ടേ, അപ്പോൾ അതിനുവേണ്ടി തൈര് ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയുള്ള കറിക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചൂടായി കഴിയുമ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിക്കുമ്പോൾ ബാക്കിയുള്ള കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കുന്നതൊന്നും ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അത്യാവശ്യം നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനിതിലേക്ക് ഈ 2-3 നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലതാണ്. നമ്മൾ ഇതേപോലെ കടുക് പൊട്ടിക്കുമ്പോൾ ഇത് 2 നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും മാത്രം ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതേപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആരും മറന്നു പോകല്ലേ.